ഡൽഹിയിൽ പുതിയ ഇലക്ട്രിക് വാഹന നയം നാളെ മുതൽ പ്രാബല്യത്തിൽ വരും. വായുമലിനീകരണം കുറയ്ക്കുന്നതിനുള്ള നയത്തിലൂടെ ഇലക്ട്രിക് വാഹന ഉടമകൾക്ക് നിരവധി ആനുകൂല്യങ്ങൾ ലഭിക്കും. ഇരുചക്ര, മുച്ചക്ര വാഹനങ്ങൾ പൂർണ്ണമായും ഇലക്ട്രിക് ആക്കുന്നതിനുള്ള കർശന നിയമങ്ങളും പുതിയ നയത്തിന്റെ ഭാഗമാണ്. ഡൽഹിയിൽ വായുമലിനീകരണം കുറയ്ക്കുക എന്ന പ്രധാനപ്പെട്ട ലക്ഷ്യത്തോടെ ആവിഷ്കരിച്ച ഇലക്ട്രിക് വാഹന നയത്തിന് സർക്കാർ അംഗീകാരം നൽകിയിരുന്നു. 15,000 കോടി രൂപയാണ് ഇതിനായി മാറ്റിവെച്ചത്. നാളെ മുതൽ പ്രാബല്യത്തിൽ വരുന്ന പുതിയ നയം 2030 മാർച്ച് 31 വരെ തുടരാനാണ് നിലവിലെ തീരുമാനം. അടുത്ത 4 വർഷക്കാലം നഗരത്തിൽ ഇലക്ട്രിക് വാഹനങ്ങളുടെ ഉപയോഗം പ്രോത്സാഹിപ്പിക്കുന്നതിനാകും 15,000 കോടി രൂപ ചിലവിടുക. 30 ലക്ഷം വരെ വിലയുള്ള ഇലക്ട്രിക് കാറുകൾക്ക് നികുതിയിലും രജിസ്ട്രേഷൻ ഫീസിലും ഇളവ് നൽകുമെന്ന് ഡൽഹി മുഖ്യമന്ത്രി രേഖ ഗുപ്ത അറിയിച്ചു. 2027 ജനുവരി 1 മുതൽ പുതുതായി രജിസ്റ്റർ ചെയ്യുന്ന മുച്ചക്ര വാഹനങ്ങളും N1 ട്രക്കുകളും പൂർണ്ണമായും ഇലക്ട്രിക് ആയിരിക്കണം. ഇരുചക്ര വാഹനങ്ങൾക്ക് ഇത് 2028 ഏപ്രിൽ 1 മുതൽ നിർബന്ധമാക്കും. ഇലക്ട്രിക് വാഹന ഉടമകൾക്ക് ആനുകൂല്യവും ലഭ്യമാകും. ആദ്യ 3 വർഷങ്ങളിൽ ഇരുചക്ര വാഹനങ്ങൾക്ക് യഥാക്രമം 30,000, 20,000, 10,000 എന്നിങ്ങനെയും മുച്ചക്ര വാഹനങ്ങൾക്ക് 50,000, 40,000, 30,000 എന്നിങ്ങനെയും ബോണസ് ലഭിക്കും. BS4 നിലവാരമുള്ള 4 ചക്ര വാഹനങ്ങൾ പൊളിക്കുമ്പോൾ 1 ലക്ഷം രൂപ വരെ സ്ക്രാപ്പിംഗ് ഇൻസെന്റീവായും ലഭിക്കും. ആനുകൂല്യങ്ങൾക്കായി ഓൺലൈൻ മുഖേന അപേക്ഷിക്കാൻ പോർട്ടലും സജ്ജമാക്കും. 32,000 പുതിയ ഇലക്ട്രിക് ചാർജിംഗ് പോയിന്റുകൾ സ്ഥാപിക്കാനും തീരുമാനിച്ചിട്ടുണ്ട്. വാഹനങ്ങൾ പൂർണ്ണമായും ഇലക്ട്രിക് രീതിയിലേക്ക് മാറ്റിക്കൊണ്ട് മലിനീകരണ തോത് കുറയ്ക്കുകയാണ് സർക്കാരിന്റെ ലക്ഷ്യം. അമൃത ന്യൂസ്, ന്യൂഡൽഹി.